ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈസി പിസ്സ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡും മുട്ടയും വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ എല്ലില്ലാത്തത് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ പീസസ് ആയതുകൊണ്ട് ഒരുപാട് ടൈം ഒന്നും വേണ്ട. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് കിട്ടും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ക്യൂബ്സായി കട്ട് ചെയ്ത ഒരു ചെറിയ സവാള ഇട്ട് കൊടുക്കാം. അതിനുശേഷം ക്യൂബ്സായി കട്ട് ചെയ്ത ക്യാപ്സിക്കം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് റെഡ് ക്യാപ്സിക്കം ക്യൂബ്സായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ക്യാപ്സിക്കം സവാളയൊക്കെ ഒരുപാട് ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം നമ്മുടെ പിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പിംഗ് തയ്യാറായി. ഇനി നമുക്ക് പിസയുടെ ബേസ് തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് 4 മുട്ടയും 3 ബ്രെഡുമാണ് എടുത്തിട്ടുള്ളത്. മിക്സിയുടെ ജാറിലേക്ക് ഈ 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 ബ്രെഡ് ഇതുപോലെ പീസസ് ആക്കി ഇട്ട് കൊടുക്കാം. ബ്രെഡ് ചേർത്ത് കൊടുക്കുമ്പോൾ ബ്രെഡിന്റെ സൈഡ് ഒന്നും കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ പീസസ് ആക്കി ഇട്ട് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, ഓൾറെഡി ബ്രെഡിൽ ഉപ്പുണ്ടാവും. ഇനി ഇത് നല്ലതുപോലെ മിക്സിയിലിട്ട് നല്ല ജ്യൂസ് ആക്കി അടിച്ചെടുക്കുക. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് പാനിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിന്റെയും മുട്ടയുടെയും ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ബ്രെഡും മുട്ടയും ജ്യൂസാക്കി എടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ജ്യൂസാക്കി എടുക്കണം. അതായത് ഒരുപാട് തിക്കാവാനും പാടില്ല, ലൂസായി പോവാനും പാടില്ല. നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെയും ബ്രെഡിന്റെയും വലുപ്പം അനുസരിച്ച് ബ്രെഡ് ചേർത്ത് കൊടുക്കുന്ന എണ്ണത്തിൽ വ്യത്യാസം വരും. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു സൈഡ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിടണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം കുറച്ച് മൊസറല്ല ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസയുടെ ടോപ്പിംഗ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നുള്ള് ഉണക്കമുളക് പൊടിച്ചത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും കുറച്ച് മൊസറല്ല ചീസ് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം. ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇടുക. ഇനി ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏറ്റവും ചെറിയ തീയിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അടിഭാഗം കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വേണമെങ്കിൽ ഒരു പഴയ ഫ്രൈങ് പാൻ ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചീസൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ബ്രെഡ് പാൻ പിസ്സ റെഡിയായി. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.